ബിയർ കമ്പനിയിൽ നിന്നും രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നതിനെതിരെ പ്രതിഷേധം. പൂലാനി കൊമ്പൻപാറ തടയണയുടെ സമീപം പ്രവർത്തിക്കുന്ന ബിയർ കമ്പനിയിലെ രാസമാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനെതിരെ ബിയർ കമ്പനി പഠിക്കൽ 2020 പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ ഉദ്ഘാടനം ചെയ്തു. ജോണി വാളൂർ അധ്യക്ഷനായി. 2020 ചാലക്കുടി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കോർഡിനേറ്റർമാരും പ്രവർത്തകരും പങ്കെടുത്തു. പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്ക് നിർത്തലാക്കുക. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പുനഃസ്ഥാപിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിയമം നടപ്പിലാക്കുക. പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുക. പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുക. സിന്ദാബാദ് 2020 സിന്ദാബാദ്. നാടിന്റെ നന്മ നമ്മുടെ ലക്ഷ്യം. നാടിന്റെ നന്മ നമ്മുടെ ലക്ഷ്യം. 2020 സിന്ദാബാദ്. 2020 സിന്ദാബാദ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പുനഃസ്ഥാപിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിയമം നടപ്പിലാക്കുക. മേലൂർ പഞ്ചായത്തിലെ ഇവിടെ പൂലാനിയിലുള്ള ബിയർ കമ്പനി രാസമാലിന്യങ്ങളടക്കമുള്ള വസ്തുക്കൾ പുഴയിലേക്ക് ഒഴുക്കുകയാണ്. രാത്രികാലങ്ങളിൽ രാത്രി 10 മണി തൊട്ട് 12 മണി വരെ കാലങ്ങളിൽ അവർ നാടുകളായിട്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോ ഒന്നുമില്ലാത്തത് ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചാനലിൽ ഇറക്കുന്ന നമ്മുടെ ഉള്ള വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് ഒഴുക്കുന്നത്. അതിന് താഴെ ലക്ഷങ്ങളോളം ആൾക്കാർ നമുക്ക് ഈ ഒന്നാമത് വേനൽക്കാലമാണ്, അതുപോലെ തന്നെ വെള്ളം കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ കുറേയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, മത്സ്യസമ്പത്ത്, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയെ പോലും പ്രതികൂലമായിട്ട് പാലിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കുകയാണ്. ഇതിനൊന്നും ഒരു നടപടി നമ്മുടെ ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ അവരൊക്കെ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഒരാൾ പോലും ഇവിടെ നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരാൾ പോലും ഇവിടെ വന്നു നോക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനെതിരെ 2020 ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇത് തുടക്കം മാത്രമാണ്. അതുപോലെ തന്നെ 2020യെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യവസായങ്ങൾക്കെതിരല്ല ഒരിക്കലും. ഞങ്ങൾ വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു പാർട്ടിയും കൂടിയാണ്. പക്ഷേ ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുള്ള വ്യവസായങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ആവശ്യം ആരോടും ഒരു യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ളതല്ല. മാന്യമായി നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ജലത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും യാതൊരുവിധ കൺട്രോളും കൂടാതെ ഈ ഫാക്ടറിയുടെ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുകയാണ്. ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മുടെ ചാലക്കുടി പുഴയിൽ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പുഴയാണ്. ആ പുഴയിലെ ജലം ഈ കമ്പനിയിലെ വേസ്റ്റ് വെള്ളം അങ്ങോട്ട് ഒഴുക്കി അതിനെ മലിനമാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ കമ്പനിക്കോ വ്യവസായത്തിനോ നമ്മളെതിരല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിലുള്ള നല്ലവരായ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങളുടെ പ്രതികരണം. കാരണം ജലം അമൂല്യമാണ്. ഇവിടെ ഈ ഫാക്ടറി ഇരിക്കുന്ന ഈ പ്രദേശത്തിനെ അതിൻ്റെ ഭാഗമായ പഞ്ചായത്തിലെ അധികൃതർ എന്തോ കണ്ടില്ല എന്ന് കണ്ണടച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പുഴയിലെ ജലം മലിനമാക്കുന്ന കാര്യത്തിൽ കണ്ണടച്ചുകൊണ്ട് ഒത്താശ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.